ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ അഭിമുഖത്തിലേക്കാണ് ഇനി പോകുന്നത്. പാലക്കാട്ട് സ്ഥാനാർത്ഥി മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ വിജയം ഉറപ്പായേനെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ 24-നോട് പറഞ്ഞു. ഇത്രയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകാൻ പാടില്ലായിരുന്നുവെന്നും ശിവരാജൻ പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരുപാട് രാഷ്ട്രീയമായും തെരഞ്ഞെടുപ്പിലൊക്കെ മുൻപരിചയമുള്ള ആളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലൊക്കെ പോയ മനുഷ്യനാണ്. അങ്ങേക്ക് തോന്നുന്നു പാലക്കാട് കപ്പിനും ചുണ്ടിനും ഇടയിൽ മുൻപ് നഷ്ടപ്പെട്ടത് ഇത്തവണ പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു. കനത്ത പരാജയം എന്ത് തോന്നുന്നു? ഇത്ര വലിയ പരാജയം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് സംഭവിച്ചു എന്ന് ബൂത്തടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ അത് പറയാം. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ബൂത്തിൻ്റെ ചർച്ച, 59 നമ്പർ ബൂത്തിൻ്റെ ചർച്ച എന്നെ അത്രേ അവർ കണക്കാക്കിയിട്ടില്ല. അത് തന്നു. ഞാൻ അത് കൃത്യമായി നിർവഹിച്ചു. പോൾ ചെയ്തതിൻ്റെ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 620 വോട്ട് BJP കിട്ടി. 80% വോട്ട് വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ. ബാക്കിയുള്ളത് സുരേന്ദ്രനോടത്തോ ജില്ലാ പ്രസിഡന്റോ ചോദിക്കണം. ഇതാരും തലയിൽ കെട്ടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് സംഭവിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു പാർട്ടി. പക്ഷേ ഇത് ഇങ്ങനെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പലയിടത്തും വോട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിൻ്റെ കാരണം? ശിവരാട്ടൻ കുറേ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ളതാണല്ലോ. എന്തായിരിക്കും BJPക്ക് ഇത്രയധികം? മനസ്സിലാക്കിയിട്ടില്ല. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു BJPക്ക് അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കൂരയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും സ്വാഭാവികമായിട്ട് മേൽക്കൂര ഇളക്കി പണിയെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ഞാൻ പറയാം, പാലക്കാട് ഒട്ടനവധി പഴയ പ്രവർത്തകർ ജില്ലയിലും പാലക്കാടിനകത്തും മാറി നിൽക്കുന്ന ഒട്ടനവധി പ്രവർത്തകർ അവർ പാർട്ടിയൊന്നും വിടില്ല. പാർട്ടി വേറെ ചിന്തിക്കില്ല. പ്രവർത്തനത്തിൽ മാറി നിൽക്കുന്നവരുണ്ട്. ഇവർ നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. കാരണം 2021 മെട്രോമൻ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനം ചെയ്ത, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചെയ്ത ഒരു 50%-ലും പേരും ഇത്തവണ രംഗത്തില്ല. ഇവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ 2026 പാലക്കാട് പിടിക്കാനുള്ള ഉറച്ച വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യർ അടക്കം പുറത്തു പോകുന്നൊരു സാഹചര്യം അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ല? ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. എല്ലാവർക്കും പാർട്ടി വേണം. സന്ദീപ് വാര്യരുടെ കഴിവുണ്ട്. അത് ഒഴിവാക്കേണ്ടിയിരുന്നു. ഞാനല്ല, അത് സംസ്ഥാന നേതൃത്വം അവരൊക്കെയാണ് ചെയ്യേണ്ടത്. സന്ദീപ് വാര്യർ എൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. അദ്ദേഹം അവസരപ്പെട്ടു പോയി. അതിലെനിക്ക് അദ്ദേഹം രക്ഷപ്പെടട്ടെ, അദ്ദേഹം എന്ത് പറയുകയാകട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം, ഞാൻ RSSൻ്റെ പ്രവർത്തകനാണ്. ആ ആശയത്തിൽ തന്നെ മരിക്കുന്നവർ ഓർച്ചു. ഞാനിപ്പോഴും ചോദിക്കുന്നത്, സംസ്ഥാന പ്രസിഡന്റ് അടക്കം മേൽത്തട്ട് ഒരു മാറ്റം വേണ്ട, സംഘടനാ തലത്തിലടക്കം ഒരു മാറ്റം ആവശ്യമുണ്ടോ? അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. ദേശീയ കൗൺസിൽ അംഗമാണ്. ദേശീയ നേതൃത്വം ഞാൻ JP നട്ട അടുത്തിരിക്കുന്ന ആളല്ല. അത് ഇരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ BJPയുടെ ഒരു ജനകീയ മുഖമാണ്. അദ്ദേഹം കേരളത്തിൽ BJPക്ക് ജനകീയ മുഖമായിട്ട് ഇപ്പോൾ 3 ആളാണ് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ. രാജഗോപാൽജി രംഗത്തില്ലാത്ത കാരണം വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ 3 മുഖങ്ങളാണ്. നമ്പർ 1 ശോഭാ സുരേന്ദ്രൻ, നമ്പർ 2 V. മുരളീധരൻ, 3 K. സുരേന്ദ്രൻ. ഈ 3 പേർക്ക് മാത്രമേ പബ്ലിക്കിൻ്റെ ഇടയിൽ വോട്ട് വാങ്ങാൻ പറ്റൂ, വോട്ട് ക്യാപ്ചർ ചെയ്യാൻ. ബാക്കി ഉത്തരവാദിത്തത്തിരിക്കുക. ജനങ്ങളായിട്ട് ബന്ധം വേണ്ട, അടുപ്പം വേണ്ടേ. ഈ മത്സരിച്ചിരുന്നെങ്കിൽ ഈ റിസൾട്ട് മാറുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞിരുന്നു അഭിപ്രായം. ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യമില്ല. ശോഭാ സുരേന്ദ്രനോ V. മുരളീധരനോ K. സുരേന്ദ്രനോ ആണെങ്കിൽ റിസൾട്ട് വേറെ മറിച്ചാകാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് എന്നാൽ സുരേന്ദ്രനോട് നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു, V. മുരളീധരനോട് നേരിട്ട് പറഞ്ഞിരുന്നു, കുമ്മന രാജേട്ടോട് പറഞ്ഞു, PK കൃഷ്ണദാസോട് പറഞ്ഞു, എല്ലാ കോർ കമ്മിറ്റി അംഗങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജയിക്കണമെങ്കിൽ ഒരു മാറ്റം വേണം എന്ന് അവരോട് നേരിട്ട് പറഞ്ഞു. എനിക്കത് പറയാനുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ജനാധിപത്യത്തിൽ തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. പക്ഷേ ഈ കൃഷ്ണകുമാറിനെ ഇങ്ങനെ കണ്ട് പരിചയമുള്ളൊരു സ്ഥാനാർത്ഥി, കണ്ട് മടുത്തൊരു സ്ഥാനാർത്ഥികളുടെ പ്രചരണം ആളുകളുടെ ഇടയിൽ വല്ലാത്ത ഒരു ശക്തമാണ്. ഇത്തവണയെങ്കിലും അദ്ദേഹം ഒന്ന് മാറി നിൽക്കണമായിരുന്നു തോന്നിയിരുന്നോ? എനിക്ക് ഞാനായിരുന്നെങ്കിൽ മാറി നിന്നുണ്ടാവും. എനിക്ക് വേണ്ട. ഇപ്പം ഞാൻ നിന്നവനാണ്. 2005 മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ്. മുനിസിപ്പാലിറ്റി സീറ്റ് 17 സീറ്റ് BJPക്ക്, 17 സീറ്റ് LDFന്, 16 സീറ്റ് UDFന്. എന്നെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ്. ഞാൻ പറഞ്ഞു, ഞാനാവില്ല. ഞാൻ ജില്ലാ പ്രസിഡന്റ്, എൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി L. ഗണേഷ് സിയാണ് ഇവിടെ നിരീക്ഷകനായിട്ട് വന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ശിവരാജനുമായി സംസാരിച്ചത്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമാണ് ഇത് മുഴുവനെന്നാണ് അദ്ദേഹം പറയുന്നത്.
അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അനുജ. സ്ഥാനാർത്ഥി മറ്റൊരാളായിരുന്നുവെങ്കിൽ അതിൽ 3 സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, അത് അദ്ദേഹത്തിന് കൂടി അടുപ്പമുള്ള പ്രധാനപ്പെട്ട ആളാണ് ശോഭാ സുരേന്ദ്രൻ. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, 2 വി മുരളീധരൻ, അതുകൂടാതെ മൂന്നാമത്തത് കെ സുരേന്ദ്രൻ. ഈ 3 പേരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ക്യാപ്ചർ ചെയ്യാൻ, വോട്ട് പിടിച്ചെടുക്കാൻ പറ്റിയ ആളുകൾ എന്നാണ്, കാൻഡിഡേറ്റ്സ് എന്നാണ് എൻ ശിവരാജൻ പറഞ്ഞു വെക്കുന്നത്. ഇവർ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകണമെന്ന് സംസ്ഥാന പ്രസിഡന്റിനോട് താൻ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു, കുമ്മനം രാജശേഖരനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരത്തിലുണ്ടായില്ല. ഇവരാരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഫലം മറിച്ചായ ഇവർ വിജയിച്ചേനെ എന്ന് കൃത്യമായ രീതിയിൽ എൻ ശിവരാജൻ, ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാനത്ത് തന്നെ പാലക്കാട്ടെ തന്നെ തലമുതിർന്ന നേതാവുമായ എൻ ശിവരാജൻ പറഞ്ഞു വെക്കുന്നു. ഇതുകൂടാതെ സംഘടനാ തലത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ശിവരാജൻ പറയാതെ പറയുകയാണ്. നിരവധി പ്രവർത്തകർ മാറി നിൽക്കുന്നുണ്ട്, അവരെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോകണമായിരുന്നു. മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അടിത്തട്ടിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ചില കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു മേൽക്കൂരയ്ക്കാണ് എന്നുകൂടി പറയുന്നുണ്ട്. മേൽക്കൂര ഉടച്ചു വാർക്കേണ്ടതല്ലേ, അഴിച്ചു പണിയേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അതെല്ലാം ദേശീയ നേതൃത്വമാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ ശിവരാജൻ പറയുന്നത്. ഇത്തരം ഒരു കനത്ത പരാജയം താൻ പ്രതീക്ഷിച്ചതല്ല എന്നുകൂടി പറയുന്നു. കൃഷ്ണകുമാർ ആയിരുന്നില്ല മറ്റൊരാളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ എന്താകുമായിരുന്നു, എന്തുകൊണ്ട് കൃഷ്ണകുമാർ അത് മാറി നിന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, കൃഷ്ണകുമാറിനെ കുറിച്ച് താനൊന്നും പറയുന്നില്ല, പക്ഷേ താനായിരുന്നു ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചെങ്കിൽ ഈ ഘട്ടത്തിൽ വേണ്ടെന്ന് പറഞ്ഞേനെ. താൻ മുൻപ് ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനാകാൻ സംഘപരിവാർ നേതൃത്വമടക്കം ആവശ്യപ്പെട്ടപ്പോൾ താൻ അത് നിരാകരിച്ചിരുന്നുവെന്നും ശിവരാജൻ പറയുന്നു. എന്തായാലും ബി.ജെ.പിയിൽ വളരെ പരസ്യമായ ഭിന്നസ്വരമാണ് എൻ ശിവരാജൻ ഉയർത്തിയിരിക്കുന്നത്. സംഘടനാ തലത്തിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തണമെന്നും അദ്ദേഹം നേതൃത്വത്തോട് വരും ദിവസങ്ങളിൽ ഈ ആവശ്യപ്പെടുന്നു. വിഷയമെല്ലാം ചർച്ചയിലേക്ക് വരും ബി.ജെ.പിക്കുള്ളിൽ എന്നുള്ളതിലും സംശയമില്ല.